ഹലോ ഹായ് നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ ആദിച്ചനെല്ലൂർ കൈതക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഞാൻ അടിപൊളി ഒരു പോർച്ചിൻ്റെ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ചെയ്തൊരു വർക്കാണ്. അപ്പോൾ അത് ആദ്യം വന്നൊരു എൻക്വയറി എന്ന് പറയുന്നത് വൺ സൈഡ് പില്ലർ മാത്രം മതി എന്നാണ് പറഞ്ഞിരുന്നത്. വൺ സൈഡ് പില്ലർ മാത്രം, കാര്യം മുമ്പിലേക്ക് പില്ലർ വരാൻ പാടില്ല എന്നായിരുന്നു. അപ്പം ഞങ്ങൾ കാർ പോർച്ചിനടുത്തേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങൾ ചെയ്ത വർക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടിട്ട് വരും. ഞാൻ അപ്പോഴത്തേക്കിന് പോർച്ചിനടുത്ത് ചെല്ലും. എന്നിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ കൂടെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോർച്ച് എന്ന് പറഞ്ഞ സംഭവം ഇതാണ് കേട്ടോ. നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത് ലൈനർ ഷീറ്റിൻ്റെയാണ് കേട്ടോ. ലൈനർ ഷീറ്റിൻ്റെ പോർച്ചാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. താഴത്തെ ഭാഗം വരുന്നുണ്ട് ഓഫ് വൈറ്റ് കളറാണ് വരുന്നത്. പിന്നെ ഇതിന് ഈ സൈഡിലാണ്, ഈ ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്ന സൈഡിലാണ് പില്ലർ വരണ്ട എന്ന് പറഞ്ഞത്. കാര്യം ഒത്തിരി സ്ഥലമൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. പക്ഷേ എന്നിരുന്നാലും മുൻഭാഗത്ത് ഇവിടെ ഭാഗത്തായിട്ട് പില്ലർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വാഹനം കയറ്റിയിടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ ബാക്ക് സൈഡ് മാത്രം പില്ലറാക്കി. നമുക്ക് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട്, ബാക്ക് സൈഡിൽ പില്ലർ ആക്കിക്കൊണ്ട് മാത്രം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് ശ്രമിക്കാമെന്ന് പറഞ്ഞു. ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ശ്രമിക്കാം എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ സൈറ്റ് വന്ന് കണ്ടില്ല, ആദ്യം പറഞ്ഞ പോലെ തന്നെ സൈറ്റ് വന്ന് ഞാൻ കാണാതെ ചെയ്യുന്ന ആദ്യത്തെ വർക്കാണിത് കേട്ടോ. നേരെ ഡയറക്റ്റ് മെറ്റീരിയലൊക്കെ ആയിട്ട് വന്ന് ചെയ്യുമായിരുന്നു. അപ്പം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എന്നൊക്കെ പറയുന്നത് മാർഷലിലേക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 6x3 6x3 സ്ക്വയർ ട്യൂബ് സെക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം
ഇടയ്ക്ക് വരുന്ന ഇടപ്പില്ലറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 5/2 എന്ന് പറയുന്ന ട്യൂബ്. അങ്ങനെ ഒരു 2-3 പില്ലർ സെക്ഷൻ ഇങ്ങനെ മുഴുവനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ലാസ്റ്റ് സെക്ഷൻ വരുമ്പം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 6/3 പില്ലർ സെക്ഷനാണ്. അതായത് മാസ്റ്റർ ലെഗ്, അത് ഒരു എൻഡ് മുതൽ മറ്റേ എൻഡ് വരെയുള്ള 2 എൻഡിലെ മാസ്റ്ററായിട്ട് വരുന്ന ലെഗ് 6/3 ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം 5/2. ഇതേ രീതിയിൽ തന്നെയാണ് ഫോളോ ചെയ്താണ് മുകൾ ഭാഗത്തും. ഈ മുകൾ ഭാഗത്ത് ഈ നിങ്ങൾ കാണുന്ന ഈ ട്യൂബ് സെക്ഷൻസ് എല്ലാം എറൗണ്ട് എന്ന് കാണിച്ച് എറൗണ്ട് ഈ ട്യൂബ് സെക്ഷൻസ് മുഴുവൻ വന്നിരിക്കുന്നത് ഇതേ സൈസ് തന്നെ ഫോളോ ചെയ്താണ് വന്നിരിക്കുന്നത്. പിന്നെ ബ്ലാക്ക് കളറിൽ നിങ്ങൾ കാണുന്നത് അത് പർലിങ്സ് ആണ്. അത് 2/1 2 പറഞ്ഞ ട്യൂബ്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഉപയോഗിക്കുന്ന ലൈനർ തന്നെ. ഇതിന് മുകൾ ഭാഗം വരുമ്പോഴത്തേക്കിന് നിങ്ങളെ അത് ഞാൻ കാണിച്ചു തരാം. ഗ്രേ കളറാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ, ഒരു കളേഴ്സ് പാറ്റേണും പിന്നെ ബ്ലാക്ക് നമ്മുടെ സ്ഥിരമുള്ള നമ്മുടെ ഒരു ഐഡൻറ്റിക്കൽ ഒരു കളർ പാറ്റേൺ ആണ്. അതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വർക്ക് മുഴുവൻ തീർത്തിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് ഏകദേശം ഒരു 240 സ്ക്വയർ ഫീറ്റാണ് ഈ വർക്കിൻ്റെ ഏരിയ വരുന്നത്. പുറത്തേക്കുള്ള പ്രൊജക്ഷൻ വരുന്നത് 12 അടി, വീതി വരുന്നത് 20 അടി. അങ്ങനെയാണ് നമ്മൾ ഈ പോർച്ച് മേക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ട് നമുക്ക് ഈ വർക്ക് തീർക്കാൻ പറ്റി എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്ലയൻസ് എല്ലാം ഹാപ്പിയാണ്. അപ്പം നമ്മൾ ഹാപ്പി. ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾ എല്ലാ പ്രാവശ്യം കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം നല്ല കമൻറ്റുകൾ അയച്ച് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീണ്ടും മറ്റൊരു സൈറ്റിലെ വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും സൈനിങ് ഓഫ് പറയുന്നു, എബി ജോസഫ്.